ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് അമ്മമ്മ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നതാണ്. അമ്മമ്മയുടെ വീട്ടിലൂടെ ഞങ്ങളുടെ വീട്ടിലോട്ട് പോവാണ്. അപ്പം അത് അമ്മമ്മ ഇന്ന് നമുക്ക് വൈകിട്ട് ഇഷ്ടപ്പെട്ട ആഹാരം ഉണ്ടാക്കി തന്നതാണ്. ഞാൻ പറയാം, ഇതാ ചക്ക, ഇത് പപ്പടം, ഇത് മാങ്ങാച്ചാറ്, ഇത് മാങ്ങാ സംബന്ധിയാണ്. പിന്നെ ഇത് ഉണക്കമീനാണ്. പിന്നെ ഇത് മുട്ട. പിന്നെ ഇത് മെറുക്കട്ടി. കൂട്ടുകാരെ, ഇന്ന് ഇവരെ എൻ്റെ അടുത്തു നിന്ന് അവരുടെ വീട്ടിലോട്ട് പോകുക. അവരുടെ അച്ഛനും അമ്മയും അവരെ കൊണ്ടുപോകാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അവർക്കിഷ്ടം ഇന്ന് എന്തൊക്കെ സാധനങ്ങളാണെന്ന് വെച്ചാൽ അതെല്ലാം ഞാൻ ഉണ്ടാക്കി കൊടുത്തു. ഇതിന്റെ പുറകെ ഇപ്പോൾ ഉച്ചക്കത്തെ ആഹാരമാണ്. എന്നോട് പറഞ്ഞു ഇവരിതൊക്കെയാണ് ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ആഹാരം. രണ്ടുപേർക്കും ഒരേ രീതിയിലാണ് അവരുടെ അമ്മ ആഹാരം കഴിക്കാൻ പഠിപ്പിച്ചിരിക്കുന്നത്. കാരണം അങ്ങനെ പഠിപ്പിച്ചിരിക്കുന്നത് ഞാൻ കൂടെ പറഞ്ഞിട്ടാണ്. കാര്യം, ഒരു സാധനം ഒരാൾ തിന്നത്തില്ല, ഒരാൾ തിന്നും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടും കൂടെ ആകും. ഇപ്പം രണ്ടുപേരും ഒരേ ആഹാരം കഴിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്കത് എളുപ്പമാകും. അങ്ങനെ കുഞ്ഞുങ്ങളെ ഈ പ്രായത്തിൽ തന്നെ പഠിപ്പിച്ചു പോകണം. അത് മറ്റുള്ളവർക്ക് വേണ്ടി കൂടെ ഉള്ള ഒരു ഉപദേശമാണ്. അവരെ നല്ല ഇഷ്ടത്തോടു കൂടിയാണ് ഈ ആഹാരം കഴിക്കുന്നത്. ഒരുമാതിരിപ്പെട്ട എല്ലാ പച്ചക്കറികളും കൊടുക്കാൻ ഇവരുടെ അമ്മ അങ്ങനെ ആണ് അവരെ പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കും അതുകൊണ്ട് എളുപ്പമാണ്. കണ്ടോ, അവരിഷ്ടത്തോടാണ് കഴിക്കുന്നത്. ഇതിന് ശേഷം ഞാൻ ഏത്തയ്ക്കപ്പം, അവർ പറഞ്ഞ പലഹാരങ്ങൾ, നെയ്യപ്പം വേണമെന്ന് പറഞ്ഞു. അതെല്ലാം ഞാൻ ഇപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇത് വീട്ടില് ട്രൈ ചെയ്ത് നോക്കുക. അമ്മയുടെ അടുത്ത് പറഞ്ഞ് ഉണ്ടാക്കാൻ പറയണം. ഇത് നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണ്. പിന്നെ കപ്പേറ്റുണ്ട്. ഇതൊരു വലിയ ഇഷ്ടമുള്ള സാധനമാണ് ഞങ്ങൾക്ക്. അങ്ങനെ ഒരാഴ്ച ഇവരെൻ്റെ അടുത്തുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇന്ന് അവരവരുടെ വീട്ടിലോട്ട് പോവുകയാണ്. ഇടയ്ക്കിനിയും ചിലപ്പം വരും. അവർക്ക് കഴിച്ച ഉടനെ വീണ്ടും കളിക്കാനൊക്കെ പോയി. അത് കഴിഞ്ഞ് മാങ്ങ ജ്യൂസ് വേണമെന്ന് പറഞ്ഞു. ഇവിടെ മാങ്ങയൊക്കെ ഒരുപാടുണ്ട്. ഞാൻ ഇഞ്ചിയും ഉപ്പും ഒക്കെ ചേർത്ത് നല്ല ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തു. രാവിലെ തന്നെ ഏത്തയ്ക്കപ്പം, നെയ്യപ്പം ഒക്കെ വേണമെന്ന് പറഞ്ഞത് അതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കഴിക്കുന്ന ആഹാരത്തിന് അപ്പം തന്നെ ടേസ്റ്റൊക്കെ പറയും. ഒന്നും വേസ്റ്റാക്കി കളയാതെ തന്നെയാണ് കഴിക്കുന്നത്. അതൊക്കെ അവരുടെ അമ്മയിൽ നിന്ന് കിട്ടിയ പാഠമാണ്. എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറാനും നല്ലതായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ അമ്മ ചെറുപ്പം തൊട്ടേ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒന്നും ബുദ്ധിമുട്ടില്ലാതെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കും. വെക്കേഷൻ ക്ലാസ് ഉണ്ട്, അബാക്കസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവർ പോകാൻ ഒരുങ്ങുന്നത്. ഞാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പായസം കൂടി തയ്യാറാക്കി.